അറിയില്ല. നമ്മുടെ സ്റ്റൊമക് ആമാശയം ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് രാവിലെ 8 മണിക്ക്. അപ്പൊ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിക്കണം. കാരണം 12 മണിക്കൂറോളം ഭക്ഷണം കഴിക്കാതെ പലരും പ്രഭാതത്തിൽ ഭക്ഷണം കഴിക്കാതെയാണ് പല ഉദ്യോഗസ്ഥരടക്കം ജോലിക്ക് പോകുന്നത്. വളരെ തെറ്റാണ്. പിന്നെ 11-11:30 മണിക്ക് കടലയോ പരിപ്പോ പയറോ അടങ്ങിയിട്ടുള്ള HDL കൊളസ്ട്രോൾ, നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള omega-3 അടങ്ങിയിട്ടുള്ള കടല, പരിപ്പ്, പയർ വർഗ്ഗങ്ങളോ ഇലക്കറികളോ പഴങ്ങളോ ആണ് നല്ലത്. അതിന് പകരം ഇപ്പൊ സമൂസയും ചൈനീസ് ഭക്ഷണമായി മനുഷ്യൻ കുടുങ്ങിയില്ല. അത് കഴിഞ്ഞ് 1 മണിക്ക് നിങ്ങൾ തവിട് കളയാത്ത, ഞാൻ ഭാരതം മുഴുവൻ നടന്നപ്പോൾ 3 അപകടങ്ങൾ കണ്ടെത്തി. മനുഷ്യനെ നശിപ്പിക്കുന്ന 3 ഭക്ഷണങ്ങളാണ് വെളുത്ത അരി, വെളുത്ത ഗോതമ്പ്, റിഫൈൻഡ് ചെയ്ത പഞ്ചസാര, റിഫൈൻഡ് ചെയ്ത ഉപ്പ്, കൃത്രിമമായ എണ്ണകൾ. ഇത് ഇത്രയായ മനുഷ്യന്റെ ജീവിതം പോയി. അപ്പൊ നിങ്ങളൊക്കെ തവിടുള്ള ഭക്ഷണം, ഉമിയുള്ള ഭക്ഷണം, ഇവിടെ വന്നവര് പല രോഗികളൊക്കെ ഉണ്ട്, എനിക്കറിയാം, പ്രധാനപ്പെട്ട പോലീസ്, ഇവരൊക്കെ തവിടുള്ള ഉമിയുള്ള അൺപോളിഷ്ഡ് റൈസസ്, വൈൽഡ് റൈസസ് ആണ് നിങ്ങൾ കഴിക്കേണ്ടത്. ഇല്ലെങ്കിൽ ബെറി അടക്കം സെൻട്രൽ നാഡീ ഞരമ്പുകൾ, നമ്മുടെ ശരീരത്തിൽ ഒരു ഇൻസുലേഷൻ ഉണ്ട്, ഞങ്ങൾ അതിന് മൈലീൻ എന്നാണ് പറയുന്നത്. ഈ ആവരണം നശിക്കാനുള്ള പ്രധാന കാരണം വെളുത്ത അരിയാണ്. അപ്പൊ തവിടുള്ള അരിക്കും തവിടുള്ള കോറ, ചാമ, ചോളം, കമ്പ്, തിന, വരക്, കുതിരവാലൻ തുടങ്ങിയിട്ടുള്ള മുളയരി, ബാർലി തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ മാറി ഉപയോഗിക്കണം. എത്ര പേർക്കറിയാം നമ്മുടെ ശരീരത്തിൽ, ബ്രെയിനിൽ, പ്രത്യേകിച്ച് മസ്തിഷ്കത്തിൽ പുതിയ കോശങ്ങൾ ഉത്പാദിക്കാൻ 2 ഭക്ഷണത്തിന് പറ്റും. അത് ഞങ്ങൾ റിസർച്ച് നടത്തി കണ്ടുപിടിച്ചാണ്. അത് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ ഇത് അംഗീകരിച്ചു. ആ 2 ഭക്ഷണത്തിന്റെ പേര് ഞാൻ ഇവിടെ വെളിപ്പെടുത്തും. നമ്മുടെ ശരീരത്തിലും ജീവനുള്ള സെല്ലുകൾ, ക്യാൻസർ രോഗികൾക്ക് മസ്തിഷ്കത്തിലും ജീവനുള്ള കോശങ്ങൾ ഉണ്ടാകണമെങ്കിൽ 2 ഭക്ഷണത്തിന് മാത്രമേ കഴിയുള്ളൂ. അതിൽ 1 റാഗി, 2 മുതിര. കഴിഞ്ഞു. നിങ്ങളുടെ മുട്ടുവേദനയ്ക്ക് അടക്കം നമ്മുടെ 220 ജോയിന്റുകളിൽ സിനോവിയൽ മെംബ്രെയിൻ ഉണ്ടാവാനും സിനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാവാനും 2 ഭക്ഷണങ്ങൾക്ക് മാത്രമേ മസ്തിഷ്കത്തിൽ കോശം, പുതിയ കോശങ്ങൾ, ജീവനുള്ള കോശങ്ങൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് 1 നേരമെങ്കിലും റാഗി, കോറ, മുത്താറി, പഞ്ഞപ്പുല്ല്, കൂവരി, ഇതൊക്കെ ഒന്നാണ്. പക്ഷെ എന്റെ ബാംഗ്ലൂർ ഭാഷയാണ് അവിടെ ജോലി. റാഗി, ഞങ്ങൾ പാലക്കാട്ടുകാരി കോറ എന്ന് പറയുന്നു. ഇവിടെ മുത്താറി, പഞ്ഞപ്പുല്ല്. ഇത് 1 നേരമെങ്കിലും ബദാം പരിപ്പോ, കശുവണ്ടിപ്പരിപ്പോ, എള്ളോ, കൂവപ്പൊടിയോ ചേർത്തിട്ട് നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങൾക്കും കഴിച്ചാൽ മിക്ക മാറാരോഗങ്ങളിൽ നിന്നും, മസ്തിഷ്ക രോഗങ്ങളിൽ നിന്നും, അൽഷിമർ, പാർക്കിൻസൺ അടക്കമുള്ള അപൂർവ രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാം. 2ാമത്തെ ഭക്ഷണമാണ് മുതിര, കോസ്തിര. എന്തുകൊണ്ടാണ് ടിപ്പു സുൽത്താൻ അടക്കം കുതിരയ്ക്ക് രാവിലെ 1 ചാക്ക് കുതിരയും കൊടുത്തിട്ടാണ് മൈസൂരിൽ നിന്ന് പുറപ്പെട്ട പാലക്കാട് കോട്ടയിൽ വന്ന ടിപ്പു സുൽത്താൻ? കാരണം കുതിരയുടെ ഭക്ഷണമല്ല മനുഷ്യന് പുതിയ കോശങ്ങൾ ഉണ്ടാവാനും ശക്തിക്കുമുള്ള 2 ഭക്ഷണങ്ങളാണ് ഈ പറയുന്നത്. അതുകൊണ്ട് പിന്നെ ലെസീത്തിൻ എന്ന് പറയുന്ന ശരീരത്തിലെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കാനും നമ്മുടെ മാംസപേശികൾ നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള ലെസീത്തിൻ എന്ന് പറയുന്ന ചെറുപയർ മുളപ്പിച്ച മാത്രമേ. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങളൊക്കെ 1 നേരമെങ്കിലും റാഗിയും അഥവാ കോറയും മുതിരയും ചെറുപയർ മുളപ്പിച്ചതിൽ ദയവ് ചെയ്ത് മൈ ഹംബിൾ റിക്വസ്റ്റ്, തിരുവനന്തപുരംകാരും കൊല്ലം കഴിച്ചില്ല എങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിത്യ രോഗികളായി മാറും.